ഏകദേശം 2 വർഷം മുമ്പ് ഫിലോക്കാലിയയുടെ നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിൽ ഇതേപോലെ ഒരു കപ്പിൾസ് ഗൈഡൻസ് പ്രോഗ്രാം നടന്നു കഴിഞ്ഞപ്പം ദമ്പതികൾ വന്നു. വിവാഹം കഴിച്ചിട്ട് അധിക നാളായിട്ടില്ല, അവർ 5-6 വർഷമേ ആയുള്ളൂ. പക്ഷേ അല്പനേരം എൻ്റെ അടുത്ത് ആ ബ്രേക്കിൻ്റെ സമയത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഭർത്താവ് ഭയങ്കര കരച്ചിലാണ്. അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഡാം പൊട്ടുക എന്ന് പറയില്ല, അങ്ങനെ കരയാണ്. ഭാര്യയാണെങ്കിൽ മൂങ്ങയെ പോലെ മിണ്ടാണ്ടിരിക്കുന്നു, പക്ഷേ മുഖത്ത് ഭയങ്കര ശോകമാണ് രണ്ടുപേരും. അപ്പം ഞാനോർത്ത് കുടുംബത്തിലെ അടിയായിരിക്കും ഇവർ പറയാൻ വരുന്നതെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതല്ല. ഈ ഭർത്താവാണ് കരഞ്ഞുകൊണ്ട് വിഷമം പറഞ്ഞത്. ഇവൻ ജനിച്ച നാളിൽ ഇവനിൽ അപ്പന് സംശയം, അതായത് ഇതെൻ്റെ മോൻ തന്നെയാണോ, എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതത്തിൽ വല്ലതും ഉണ്ടായാന്നുള്ള സംശയം. ഇവനെ ചൊല്ലി ജനിച്ച നാൾ മുതൽ അപ്പനും അമ്മയും തല്ലാണത്ര. ഇവൻ ഓർമ്മ വെച്ച് കഴിയുമ്പോൾ 6, 7, 8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവരുടെ തല്ല് ഭയങ്കരമായി കൂടിയെന്ന് മാത്രമല്ല, 1 പറഞ്ഞ് 2 പറഞ്ഞ് ഈ മോനെ നോക്കിയിട്ട് അപ്പൻ ഭയങ്കരമായിട്ട് ശപിച്ച വാക്കുകൾ പറയും. നീ ഗുണം പിടിക്കില്ലടാ, നീ നശിച്ചവനാടാ, നീ ആർക്കോ ഉണ്ടായതാടാ, ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു. ഇതൊക്കെ കേട്ട് മനസ്സ് മരവിച്ച് സങ്കടത്തിൽ ദുഃഖത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന കൊച്ചു 9ാം ക്ലാസ്സിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് പെട്ടു. എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ സ്കൂളിൽ നടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് വന്നിടിച്ചു, ഇവൻ താഴെ വീണു. ഒരു ലോറിയോ എന്തോ ഒരു വാഹനം അവൻ്റെ കാലേ കയറി, കാല് പൊട്ടി. അതെല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് റെഡിയായി. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇവനൊരു പ്രണയം ഉണ്ടായി. ആ പ്രണയം നാട്ടുകാരറിഞ്ഞു. അവസാനം അതൊരു കേസിലേക്ക് വരെ പോയി. ഇവൻ കുറച്ച് നാൾ ജയിലിലൊക്കെ പോകേണ്ടി വന്നു. കുട്ടിക്കാലത്ത് തന്നെ ഇവനിങ്ങനെ ദുർഗുണപാനശാലയിലും അതും ഇതൊക്കെ ആയി. അവസാനം ആ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെ ഇവനെ അവിടെ കേസിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നു. ആ പെണ്ണിനെ തന്നെയാണ് ഇവൻ വിവാഹം കഴിച്ചത്. ആ പെണ്ണാണ് ഇപ്പം മിണ്ടാണ്ട് ഇങ്ങനെ മുങ്ങിയപ്പോൾ ഇരിക്കുന്നത്. വിഷമത്തിൽ അയാൾ കരഞ്ഞ് പറയുന്ന സങ്കടം ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്താണ് ഇങ്ങനെ പറ്റിപ്പോയത് എൻ്റെ ലൈഫിൽ? ഇപ്പം ഞാൻ കള്ളുകൂടിയനാണ്. ഇപ്പം ഞാൻ ഭാര്യയെ നിരന്തരം തല്ലും, ഭാര്യ എന്നെയും തല്ലും. ഞങ്ങൾ രണ്ടുപേരും പലപ്പോഴും 2 മുറിയിലാണ്. ജോലിയില്ല, സാമ്പത്തികമില്ല, കിടക്കാനൊരു സ്ഥലമില്ല. എൻ്റെ അപ്പന് സ്വത്തുണ്ട്, അമ്മയ്ക്കും സ്വത്തുണ്ട്, പക്ഷേ വീട്ടിൽ എന്നെ കയറ്റില്ല. ഞാൻ ആകെ തകർന്ന് തരിപ്പണമായിരിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കരച്ചിൽ. കുറേ ഇദ്ദേഹത്തെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പം ഈ നടക്കുന്ന മോട്ടിവേഷൻ സെമിനാർ, ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്ന പോലത്തെ ഈ സെമിനാറിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട്. കാരണം ഇത് സകല മനുഷ്യർക്കും കുടുംബമുണ്ട്. എല്ലാ കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന അറിവുകൾ പങ്കിടുക, സൈക്കോ സ്പിരിച്വാലിറ്റിയിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമേ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. പക്ഷേ ഈ വന്നയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടും അയാളൊരു നല്ല ഭക്തനാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തത് പാതിരി പിയോയാണ്. പാതിരി പിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ മറ്റു മതക്കാർക്ക് മനസ്സിലാവില്ല. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ്. ഞങ്ങൾ വിശുദ്ധൻ എന്ന് പറയുമ്പോഴേക്ക് ദൈവമായിട്ട് അത്ര അടുത്ത ആളെന്ന് കരുതിക്കോളും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കുട്ടിയെ മാതാപിതാക്കൾ കൊണ്ടുവന്നു. ഈ കുട്ടിയുടെ പ്രത്യേകത, ഇവൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പാമ്പ് സ്ക്രോൾ ചെയ്യുന്ന പോലെ തറ കൂടെ സ്ക്രോൾ ചെയ്യും, ഒച്ചയുണ്ടാക്കും, കരയും, സ്ക്രീം ചെയ്യും, ഈ പത്തി വിടർന്ന പോലെ കൈവെക്കും, എന്നിട്ട് നാക്കൊക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു വളരെ വികൃതമായ ഒരു കുട്ടി. ഈ കുട്ടിയെ പാതിരി പിയോ എടുത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പാതിരി പിയോ പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ കുട്ടിയിൽ നിന്ന് ദുർബോധത്തെ അല്ലെങ്കിൽ ഡ്യാബലോസിനെ പുറത്താക്കിയതിന് ശേഷം പാതിരി പിയോ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്: ഒരിക്കലും അപ്പനെ ഈ കുട്ടിയെ ശപിക്കാൻ ഇടവരരുത്. അപ്പൻ ഈ കുട്ടിയെ ശപിച്ചാൽ വീണ്ടും ഇതേ തിന്മ കുട്ടിയെ പിടിവിടും പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കത്തിയപ്പോഴാണ് ഞാൻ ഇയാളോട് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സംഭവത്തിനെല്ലാം കാരണം അപ്പനെന്നും ശപിക്കുന്നല്ലേ പറഞ്ഞത്, അതായിക്കൂടെ? അപ്പോൾ ഇയാൾ വിതുമ്പിയിട്ട് പറഞ്ഞു, അത് തന്നെയാണ് ബ്രദർ, അത് തന്നെയാണ്, പക്ഷേ എന്താ പരിഹാരം? ഞാൻ അല്പനേരം ആലോചിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് പരിഹാരമൊന്നും പറയാനില്ല. അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ സെൽഫ് അഫർമേഷൻ കൊടുക്കുന്നതിന് പകരം അല്പവും കൂടെ ബിബ്ലിക്കലായിട്ട്, അല്പവും കൂടെ ദൈവീകമായിട്ട് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞതിങ്ങനെയാണ്. മറ്റെല്ലാ മതക്കാരിൽ നിന്നും ക്രിസ്ത്യാനികൾക്കുള്ളൊരു വ്യത്യാസം, നമ്മുടെ ഈശോ മിശിഹ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് അധികാരമുണ്ടെന്നുള്ളതാണ്. നമുക്ക് തിന്മയുടെ മേൽ അധികാരമുണ്ട്. സത്യമാണ് കേട്ടോ അത്. അതുകൊണ്ട് എൻ്റെ ശാപം നീക്കി തരണേ എന്ന് പലരും പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ക്രിസ്ത്യാനി പലപ്പോഴും പ്രാർത്ഥിക്കുക എന്താണെന്നറിയോ? എൻ്റെ ശാപം നീങ്ങി പോകട്ടെ എന്ന് അവൻ കൽപ്പിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയോട് അല്ലെങ്കിൽ ഈ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു, ഒരു കാര്യം ചെയ്യും, താങ്കൾ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൂടെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ ചൊല്ലിക്കൊടുത്തു, അങ്ങേര് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ അപ്പന് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമായോ അല്ലാതെയോ എൻ്റെ മേലിലേക്ക് ചൊരിഞ്ഞ അസഭ്യവാക്കുകളെയും ശാപങ്ങളെയും യെശുവിൻ്റെ നാമത്തിൽ ഞാൻ നീക്കിക്കളയുന്നു, ഞാൻ നിർവീര്യമാക്കുന്നു എന്ന് പ്രാർത്ഥിപ്പിച്ചു. മുമ്പ് നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. താങ്കളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുക്കണം. അതായത് താങ്കൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസം സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ മാത്രമേ പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്കളൊരു കാര്യം ചെയ്യും, എപ്പോഴൊക്കെ വിഷമം തോന്നുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ അവിടെ ഇരുന്ന ആൾക്ക് എഴുതി കൊടുത്ത പ്രാർത്ഥനയുടെ ഷോർട്ടായിട്ട് ഇത്രയേ ഉള്ളൂ: എൻ്റെ അപ്പൻ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമോ അല്ലാതെയോ എനിക്കെതിരെ ഉപയോഗിച്ച എല്ലാ ശാപവാക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നീക്കിക്കളയുന്നു, അതിനെ നിർവീര്യമാക്കുന്നു.
ഏതെങ്കിലും കാരണത്താൽ എൻ്റെ തന്നെ തെറ്റുകൾ അപ്പനെ പ്രൊവോക്ക് ചെയ്ത് അങ്ങനെ പറയാനിടയായിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ തമ്പുരാനെ. പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കാവൽ മാലാക്കന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെയാണ് അന്ന് എഴുതി കൊടുത്തു വിട്ടത്. ഇദ്ദേഹം ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ നിങ്ങളോട് പറയാനുള്ള കാരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു വയനാട് ദുരന്തത്തിൽ പോയ കുറേ പേർക്ക് വീടുകൾ വെച്ച് കൊടുത്തല്ലോ. അതിൽ 10 വീടുകളുടെ താക്കോൽ സമ്മാനിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോഴും എൻ്റെ ഇമെയിൽ തുറന്നപ്പോൾ ഇങ്ങേരുടെ ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഫോൺ നമ്പറിൽ ഞാൻ അങ്ങേരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ അങ്ങേരെ എന്നോടൊരു കാര്യം പറഞ്ഞു. സാറേ, നിങ്ങൾ അന്ന് എന്നോട് ഇതൊക്കെ പറയുമ്പോൾ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ഞാനത് ഏറ്റുപിടിച്ചു. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്ന് പറഞ്ഞ പോലെ 3 നേരം ആഹാരം കഴിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രാർത്ഥന ഇത്രേ ഉള്ളൂ, എനിക്ക് ശാപം മാറിക്കിട്ടണം. നടന്ന ഒരു കാര്യം, കഴിഞ്ഞ 2 വർഷമായി നിങ്ങളുടെ ആ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിൽ വെച്ച് നടത്തപ്പെട്ട ആ ഒരു ട്രെയിനിങ്ങിന് ശേഷം ഇതുവരെയും ഞങ്ങൾ 2 പേരും കാര്യമായ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ സൈലൻ്റ് ആവും, ഏതെങ്കിലും കാര്യത്തിൽ ഭാര്യ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ സൈലൻ്റ് ആവും. ഞങ്ങളുടെ വഴക്ക് ഒരുപാട് കുറഞ്ഞു. ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, എൻ്റെ അപ്പൻ ഒരിക്കലും ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്നിട്ടില്ല. വാടക വീടാണെങ്കിൽ പോലും അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ചൊല്ലിത്തന്ന ഈ പ്രാർത്ഥന ഞങ്ങൾ എഴുതിയെടുത്ത് ചൊല്ലിക്കൊണ്ടിരുന്നതിന് ശേഷം എൻ്റെ അപ്പനൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അപ്പനും ഞങ്ങളും തമ്മിൽ ഒരു ചെറിയ രമ്യതയിലെത്തി. മാത്രമല്ല, എൻ്റെ ജോലിയിൽ ചെറിയൊരു അഭിവൃദ്ധി. ഇപ്പം ഞാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി വീട് വെക്കാൻ പോവാണ്. അപ്പോൾ ഒന്നൊന്നായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാനിടയാണ്. ഇതിൻ്റെ കാരണം എന്നാണ്? ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിളാണ്. നമ്മളറിയാതെ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും ഒരു ശാപവാക്ക് നമുക്കെതിരെ പറഞ്ഞെന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും അതങ്ങ് പോകുന്നത്, അത് പോകാനൊന്നും പോകണില്ല, അത് അവിടെ തന്നെ കിടപ്പുണ്ടാവും. എങ്ങനെയെന്നറിയോ? നമ്മുടെ ഈ ബ്ലഡ് വെസൽസ്, നമ്മളുടെ ഓരോ ചിന്തകൾ അനുസരിച്ച് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിന് കമാൻഡ് കൊടുക്കുന്നു, നമ്മുടെ ബ്ലഡ് വെസൽസ് അത് ക്യാരി ഓൺ ചെയ്യുന്നു, എന്നിട്ട് അത് നടത്തി തരുന്നു. അല്ലെങ്കിൽ ഈ പ്രകൃതി മൊത്തം അതിൻ്റെ പുറകെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അപ്പനൊരു ശാപവാക്ക് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലത് തറച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും ഇതുണ്ടാവും. എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആൻറ്റി എങ്ങനെ പറഞ്ഞു, എൻ്റെ അങ്കിൾ എങ്ങനെ പറഞ്ഞു, എൻ്റെ കാരണവർ ഇങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം തലച്ചോറിൽ ഹണ്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ജീവിതകാലം മുഴുവനും നമ്മുടെ പിന്തുടരും. എന്നാൽ പോസിറ്റീവായിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം എൻ്റെ കർത്താവ് ഇതെല്ലാം എടുത്തു മാറ്റി എന്ന ഉത്തമ ബോധ്യത്തോടെ ആൾ കമാൻഡ് ചെയ്ത് പോയപ്പോൾ ജീവിതത്തിൽ വലിയ ഗുണങ്ങളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോടൊരു ഒരു പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ഇത് ഞാൻ പറഞ്ഞല്ല, സർവശക്തനായ ദൈവം പറഞ്ഞാണ്, എഴുതപ്പെട്ട വചനമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. ദൈവം നമുക്കെല്ലാവർക്കും പിതാവാണ്, പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചാൽ നമ്മൾ സുരക്ഷിതരാകും. എന്നിട്ട് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ കുട്ടികളും സ്വന്തം അപ്പനെ ബഹുമാനിക്കണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം നല്ലൊരു പ്രായശ്ചിത്തമാണ് സ്വന്തം അപ്പനെ ബഹുമാനിക്കുക എന്നുള്ളത്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് നിക്ഷേപം ഉണ്ടാവാൻ, അത് എല്ലാ തരത്തിലും ആത്മീയമായും ഭൗതികമായും മാനസികമായും ഒരുപാട് നിക്ഷേപം ഉണ്ടാകാൻ അമ്മയെ ബഹുമാനിക്കണമെന്നാണ് വചനം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. 2 കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ബഹുമാനിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കുന്ന കാലം ഉണ്ടാകും. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. പലപ്പോഴും ചോദിക്കാറില്ല, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരാത്തതെന്ന്? വളരെ സിമ്പിളല്ലേ? പലപ്പോഴും അപ്പനെ ബഹുമാനിക്കാൻ നമുക്ക് പറ്റിക്കാണുമില്ല. ബഹുമാനിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. പിതാവിനെ ബഹുമാനിക്കുന്നവന് ദീർഘകാലം ജീവിക്കും, കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും. അതായത് ദീർഘായുസ് വേണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ദീർഘായുസ് ഉണ്ടാകും. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കളെ സേവിക്കും. ആ വാക്ക് ശ്രദ്ധിക്കണേ, ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കളെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിക്കണം. അപ്പനോട് ഒരിക്കലും മോശമായി സംസാരിക്കരുത്. നമ്മുടെ പെരുമാറ്റത്തിൽ അപ്പനൊരിക്കലും വിഷമം ഉണ്ടാവരുത്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കിക്കളയും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അപകീർത്തികളൊക്കെ വന്നു വിടുന്നത് അമ്മയെ അപമാനിക്കുമ്പോഴും പിതാവിനെ അപമാനിക്കുമ്പോഴും ഒക്കെയാണ്.
മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. പ്രായമായ മാതാപിതാക്കളെ പ്രത്യേകം കെയർ ചെയ്യണമെന്നാണ് തമ്പുരാൻ്റെ വാക്യം. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ മോഡേൺ യുഗത്തിൽ ഓരോ ചെറുപ്പക്കാരുടെയും മനസ്സിൽ പതിയേണ്ട കാര്യമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിവ് കുറവാണെങ്കിലും, അവർ പറയുന്നത് പൊട്ട തെറ്റാണെങ്കിലും, നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അവരോട് സഹിഷ്ണുത കാണിക്കണമെന്നാണ് പറയുന്നത്. നീ എത്ര ബലവാനാണെങ്കിലും അവരെ നിന്ദിക്കരുത്. സമ്പത്ത് കൊണ്ട് നിങ്ങൾ മിടുക്കരായിരിക്കാം, അവർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല, ഇന്നെല്ലാം നേടിയത് നിങ്ങളായിരിക്കാം. അവർക്ക് വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. അവർക്ക് ലോകപരിചയമില്ല, നിങ്ങൾക്ക് ലോകപരിചയം ഉണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ അവരെ നിന്ദിക്കരുതെന്ന് തമ്പുരാൻ പറയുകയാണ്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ ആർക്ക് എപ്പോൾ വന്ന് പിടിപെടുന്നു പറയാൻ പറ്റില്ല. പക്ഷേ പിതാവിനെ ബഹുമാനിക്കുന്നവൻ്റെ ഒരു ഗുണം, കഷ്ടകാലത്ത് പെട്ടെന്നായിരിക്കും അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുക. കൊടും ചൂടത്ത് ഒരു കാർമേഘം വരുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. കഷ്ടങ്ങളുടെ നടുവിൽ ഭയങ്കര ആനന്ദമായിരിക്കും പിതാവിനെ ബഹുമാനിക്കുന്നവർക്ക്. പിതാവിനെ പരിത്യജിക്കുന്നവൻ ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. ഇത് ഇത്രയൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്കിപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിരിക്കും. മാരി ബ്രദർ ആരാ ഇത് പറയാൻ? അവൻ സ്വന്തം ഉപ്പാനെ നോക്കിയോ, സ്വന്തം ഉമ്മാനെ നോക്കിയോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാം. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഈ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സഹായം അവർ തിരസ്കരിക്കുന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ പോയി കാണണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചെന്നാൽ കുന്നുകളെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ എൻ്റെ കേസിൽ നിങ്ങൾ ഓർക്കേണ്ടത്, അവർക്ക് ഒരു അന്ധമായ മതവിശ്വാസം തലക്ക് പിടിച്ചിട്ട് ബാക്കി എല്ലാം പിശാചാണ് എന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് സ്വന്തം മോൻ്റെ സ്നേഹവും ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാതെ പോയി. അത് അറിവില്ലായ്കയാണ്. അതിനോട് ഞാൻ സഹിഷ്ണുത കാണിക്കാനേ പറ്റുള്ളൂ. ഞാൻ അവരെ പോയി സഹായിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് എൻ്റെ ജീവിതം തീർക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് അവരോട് ഇപ്പോഴും ഇഷ്ടമാണ്. എന്തെങ്കിലും എൻ്റെ സ്നേഹം സ്വീകരിക്കാൻ അവർ തയ്യാറായാൽ എനിക്ക് തോന്നുന്നു ബാക്കി ഞങ്ങൾ 6 മക്കളാണ്. ബാക്കി 5 മക്കൾ പോറ്റുന്നതിനേക്കാൾ മനോഹരമായിട്ട് അവരെ ഞാൻ തന്നെ പോറ്റും. പക്ഷേ എനിക്കതിനുള്ള അവസരം നിഷേധിച്ചത് ആ മതമാണ്, ആ സമുദായമാണ്, അല്ലെങ്കിൽ അവരുടെ ഫനാറ്റിക് വിശ്വാസമാണ്. ലോകത്തുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇങ്ങനെയുള്ള വർഗീയത അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു റിജിഡ് മെൻറ്റാലിറ്റി ആ മതത്തിലായിപ്പോയത് കൊണ്ട് ഞാൻ സഹിക്കേണ്ടി വരുന്നു. 28-29 വർഷമായി. ഒരിക്കലും ഇത് ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അനുഗ്രഹക്കുറവെന്ന് പറയാനൊന്നുമില്ല. ദൈവം എന്നെ എല്ലാ മേഖലയിലും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ, എന്നെ അവർ സ്വീകരിക്കുന്നില്ല എന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ അവരെ സ്വീകരിക്കുന്നില്ല എന്നൊരു ദുർവ്യാഖ്യാനം അതിനെ നൽകരുതെന്ന്